ഫാൾ ഔട്ട് ആമസോൺ പ്രൈമിൻ്റെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ സീരീസാണ് ഇത്. ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും അനിമേഷനോ അല്ലെങ്കിൽ നോവലോ എന്തോ ഉണ്ടായിരിക്കും. ഗെയിമായിരുന്നു, ഗെയിമിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനാണ്. നമ്മൾ ഇതിനു മുമ്പും ഗെയിമിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. ദ വിച്ചർ, ദ ലാസ്റ്റ് ഓഫ് അസ്, ഇതെല്ലാം ഗെയിമിൻ്റെ ലൈവ് ആക്ഷൻ ആയിരുന്നു. അതേപോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കിടിലം ആയിട്ടുള്ള ഒരു സീരീസാണ് ഫാൾ ഔട്ട് എന്ന് പറയുന്നത്. ഇതൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിനകത്ത് CGIയുടെ ഭയങ്കരമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അതിഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൈം അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീരീസിനകത്ത്. അത് നമുക്ക് ആ ഒരു സീരീസ് കാണാൻ പറ്റും. ഇത് 8 എപ്പിസോഡാണ് ഫസ്റ്റ് സീസണിലുള്ളത്. സെക്കൻഡ് സീസണിന് വേണ്ടിയിട്ട് ഈ ഒരു സീരീസ് റിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സീസണിലെ 8 എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 1-2 എപ്പിസോഡ് നമ്മളിങ്ങനെ കഥ സെറ്റ് ചെയ്ത് വരികയാണ്, കണ്ടിങ്ങനെ തുടങ്ങി വരുന്നു. ഒരു 3-4 എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ബോറായല്ലോ, ആകെ കുറച്ച് ക്യാരക്ടേഴ്സിനെ മാത്രമേ അത് കാണിക്കാനുള്ളൂ. ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക് സ്റ്റോറി അത് കാണിച്ചു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ച് ലാഗാകുന്നുണ്ടല്ലോ എന്ന് ഉള്ള 2 എപ്പിസോഡ് വരുന്നു. പിന്നെ ഉള്ളൊരു 4 എപ്പിസോഡ് പിന്നെ ട്വിസ്റ്റ് വരുന്ന സമയത്ത് ഞെട്ടി, ഇത് ഇവിടെ എന്താ സംഭവിച്ചേ. കാരണം ഇതൊരു വലിയ പീരീഡ് ഓഫ് ടൈമിൽ നടക്കുന്ന സ്റ്റോറിയാണ്. അതായത് 200 വർഷത്തെ ടൈം ഗ്യാപ്പിൽ നടക്കുന്നൊരു സ്റ്റോറിയാണ് ഫാൾ ഔട്ടിൽ കാണിക്കുന്നത്. അതായത് ഒരു അറ്റോമിക് ബോംബ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് നടക്കുന്നു, ന്യൂക്ലിയർ വാർ നടക്കുന്നു, അതിനുശേഷമുള്ളൊരു വേൾഡ്. അപ്പോൾ ഒരു വാൾട്ട് ഉണ്ട്, അതായത് ഭൂമിക്കടിയിൽ വാൾട്ടെക് എന്ന് പറയുന്നൊരു കമ്പനിയുടെ വാൾട്ട് ഉണ്ട്. അവിടെ ജീവിക്കുന്ന കുറേ ആളുകൾ, അതിൽ നിന്നൊരു പെൺകുട്ടി ഒരു മിഷനുമായിട്ട് പുറത്ത്, അതായത് ഔട്ടർ വേൾഡിൽ വരുന്നു. റേഡിയേഷനുള്ള വേൾഡാണ്. അപ്പോൾ ആ ഒരു വേൾഡിൽ വരുന്നു, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വേൾഡിൽ വരുന്നു. ആ ഒരു വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ഈ പെൺകുട്ടിയെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ലൂസി മക്ലറിൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഈ ഒരു ഔട്ടർ വേൾഡ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി ഫുള്ളായിട്ട് കുട്ടിയായിട്ട് കണക്ട് ചെയ്തത് എങ്ങനെയാണ് എന്നാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പം ഇതിനകത്ത് ലൂസിയെ കണക്ട് ചെയ്ത് കുറേയധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് ലൂസി ഇത് സർവൈവ് ചെയ്യാൻ പോകുന്നതെന്നാണ് കാണിക്കുന്നത്. ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഇതിൻ്റെ സ്റ്റോറി പലർക്കും അറിയാം. വലിയൊരു വേൾഡ്. അപ്പോൾ വലിയൊരു വേൾഡിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഒരു 8 എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. 8 എപ്പിസോഡല്ലേ ഉള്ളൂ. അപ്പം വലിയൊരു വേൾഡ് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പം കുറച്ച് ഭാഗം മാത്രം കാണിക്കാൻ ഈ ഒരു ഫസ്റ്റ് സീസണിൽ പറ്റുള്ളൂ. അപ്പം ഒരു ചെറിയ ഭാഗത്തെ എങ്ങനെ ഗംഭീരമായിട്ട് ചെയ്യാമെന്നാണ് ആമസോൺ പ്രൈം കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഒരു 5-6 എപ്പിസോഡായപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി തുടങ്ങി. അതായത് ട്വിസ്റ്റ് വരുന്നു, 1 ട്വിസ്റ്റ്, 2 ട്വിസ്റ്റ്, 3 ട്വിസ്റ്റ്, 4 ട്വിസ്റ്റ്, ഓരോ ട്വിസ്റ്റുകൾ വരികയാണ്. ഇത് ജൊനാഥൻ നോളനകത്ത് കൈവച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റെഫൻ നോളൻ്റെ ബ്രദർ. അതുകൊണ്ട് തന്നെ വെസ്റ്റ് വേൾഡ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ജൊനാഥൻ നോളൻ പണിഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവൽ വരെ പോകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡ് വരുമ്പോഴും ട്വിസ്റ്റ് കണ്ട് ഞെട്ട് നമ്മൾ. ഇതിങ്ങനെയാണ്, ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മൾ ഭയങ്കര ഗുഡായിട്ട് വെച്ചിരുന്ന പല ക്യാരക്ടേഴ്സും ഭയങ്കര നല്ല ഫേവറേറ്റബിളായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നെഗറ്റീവായിട്ട് കാണിക്കുന്നു. ഇത്രയും വലിയൊരു കാലയളവിൽ, അതായത് ഇപ്പം നമ്മൾ 200 വർഷം കാലയളവ് കാണിക്കുന്ന സമയത്ത് ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്യാമല്ലോ. പക്ഷേ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നില്ല. 200 വർഷം ജീവിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് വരെ ഉണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഓരോന്നും സോർട്ട് ചെയ്ത് വരുന്നതാണ് ഓരോ എപ്പിസോഡിലും കാണിക്കുന്നത്. ഈ 3-4 എപ്പിസോഡൊക്കെ 2-3 എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് ബോറടിക്കുന്നത് ഈ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റോറി കാണിക്കുന്നു, അന്നേരം ഒന്നും വലുതായിട്ട് റിവീൽ ചെയ്യുന്നില്ല. അതായത് ഒരു അവസാനത്തെ ഒരു 3 എപ്പിസോഡിലാണ് വലിയ ട്വിസ്റ്റുകളും റിവീലും ഒക്കെ വരുന്നത്. അപ്പം അത്രയും വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ലാഗ് അടിക്കും. ഒരു 3-4 എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് 3-4-5 എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് ശകലം ഒന്ന് ബോറടിക്കും. പക്ഷേ ആ ഒരു ബോറടി അടുത്ത എപ്പിസോഡിൽ തീർക്കും എന്നുള്ളതാണ്. അത് അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൂസി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്യുന്ന സീസൺ 1 പോകുന്നത്. ഇനി അടുത്ത സീസണിൽ എങ്ങനെയാണ് കാണിക്കുന്നത് സീസൺ 1 കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു അപ്പോക്കലിപ്റ്റിക് സീരീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്പോക്കലിപ്റ്റിക് സ്റ്റോറി കാണിക്കുന്ന ഒരു ഫാൻറ്റസി സീരീസാണ് ഫാൾ ഔട്ട്.